കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട വയനാട് മാനന്തവാടി പടമലയിൽ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി കടുവയും. ഇന്ന് രാവിലെയാണ് പടമല ചർച്ചിന് സമീപത്തായി കടുവയെ നാട്ടുകാർ കണ്ടത്. വനവകുപ്പ് നടപടികൾ കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ച് പ്രതിഷേധിച്ച നാട്ടുകാർ കുറുവാദ്വീപ് മാനന്തവാടി റോഡ് ഉപരോധിച്ചു. ഇന്ന് രാവിലെ 6:45 പള്ളിയിൽ പോകുന്നവർ തൊട്ടുമുന്നിലായി കടുവയെ കണ്ടത്. എന്റെ വീടിന്റെ തന്നെ പറമ്പിൽ നിന്ന് എന്തോ ഒരു ഇരച്ചു വരുന്നത് ഒരു കരച്ചിലും കേട്ടു. കരച്ചിൽ കേട്ട് ഞാൻ വേഗം റോഡ് സൈഡിലോട്ട് മാറി മേലത്തെ വീട്ടിലെ ചേട്ടനെ വിളിച്ചു. ഞാൻ അവരുടെ വീടിന്റെ അടുത്തേക്ക് ഓടാൻ കയറി രക്ഷപ്പെടാൻ നിന്നപ്പോ അവിടെ ഒരു തിണ്ടായിപ്പോയി. പെട്ടെന്ന് ഞാൻ കൊതറി മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ പാസ് ചെയ്തങ്ങ് പോയി. പടമലയിലെ ജനവാസ കേന്ദ്രത്തിൽ പനച്ചീൽ അജിയെ കാട്ടാന കൊലപ്പെടുത്തി ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് 100 മീറ്റർ അകലെ ജനങ്ങൾ കടുവയെ കണ്ടത്. ഇതോടെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ഞങ്ങളുടെ പ്രതിഷേധം ഒരു സൂചന മാത്രമാണ് ഇതിന്ന് കാണിക്കുന്നത്. കാരണം വനപാലകരും ഉദ്യോഗസ്ഥരും ഇതിനെപ്പറ്റി ഇത് എടുക്കണം. കാരണം ഞങ്ങൾക്ക് സംരക്ഷണം നൽകണം. അതിനുവേണ്ടി മാത്രം ഒരു സൂചന വഴിതടയൽ സമരം മാത്രമാണ്. പ്രതിഷേധത്തിൽ പങ്കുചേർന്ന CPI ജില്ലാ സെക്രട്ടറി EJ ബാബു അതിരൂക്ഷമായാണ് വനംവകുപ്പിനെ വിമർശിച്ചത്. നിർഭാഗ്യവശാൽ വനം വകുപ്പ് ഇങ്ങനെ ഉപദ്രവകാരികളായ മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് ശക്തമായ നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ വീണ്ടും ഈ പറയുന്ന കാട്ടുമൃഗങ്ങൾ ജനങ്ങളെ ആക്രമിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾ സ്വയം പ്രതിരോധത്തിലേക്ക് വരും. ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവ കാടുകയറിയെന്ന് ഉറപ്പിക്കുന്നതുവരെ പ്രദേശത്തെ ഭീതി തുടരും. അതുവരെ അപകടങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് പ്രദേശവാസികളോടൊപ്പം വനം വകുപ്പ് ഉദ്യോഗസ്ഥരും. ക്യാമറ പേഴ്സൺ സഞ്ജു പൊറ്റമലിനൊപ്പം T. അനീസ് അലി, മീഡിയ 1 വയനാട്.